2020 കാനോൺ ലേറ്റസ്റ്റ് ആയിട്ടും ഏറ്റവും അവസാനമായിട്ടും റിലീസ് ചെയ്ത ഒരു എം സീരീസ് ക്യാമറയാണ് കാനോണിന്റെ M50 Mark II. M50ന്റെ കുറച്ച് അപ്ഡേറ്റുകൾ കൊടുത്തു വന്നൊരു കിടിലൻ സാധനമാണ് M50 Mark II. M50യിൽ ഉണ്ടായിരുന്ന ഡ്രോബാക്കുകളെല്ലാം അവർ നികത്തി വിട്ടൊരു സാധനമാണ് M50 Mark II. 24 മെഗാ പിക്സലിന്റെ ഒരു ക്രോപ്പ് സെൻസറാണ് ഇതിനകത്തുള്ളത്. ഒരു മിറർലെസ് ക്യാമറ ആയതുകൊണ്ട് തന്നെ കിടിലൻ ഓട്ടോ ഫോക്കസ് ആണ്. അതുപോലെ തന്നെ ഇമേജ് സ്റ്റെബിലൈസേഷൻ എന്ന് പറഞ്ഞ സാധനം ഇതിനകത്ത് ആഡ് ചെയ്തിട്ടുണ്ട്. വ്ളോഗിങ്, ഫോട്ടോസ്, വീഡിയോസ്, പോർട്രേറ്റ്സ് വേണമെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ചെറിയ രീതിക്ക് വെഡിങ്ങുകളും ഒക്കെ എടുക്കാൻ പറ്റിയ ഒരു ക്യാമറയാണ്. 24 മെഗാ പിക്സലിന്റെ ഒരു ക്രോപ്ഡ് CMOS സെൻസറാണ് ഇതിനകത്ത് ഇരിക്കുന്നത്. ഇത്രയാണ് സാധനമുള്ളൂ. ഇതൊരു ചെറിയ സെൻസറാന്ന് പറഞ്ഞു കഴിഞ്ഞാലും ഇതിനകത്ത് നിന്ന് കിട്ടുന്ന ഔട്ട്പുട്ട് അടിപൊളിയാണ്. നല്ല ഡൈനാമിക് റേഞ്ചിലുള്ള ഫോട്ടോസും വീഡിയോസും നമുക്ക് ഇതിനകത്ത് നിന്ന് കിട്ടുന്നുണ്ട്. പിന്നെ ഐ ഡിറ്റക്ഷൻ, ഐ ഓട്ടോ ഫോക്കസ് ഒക്കെ ഇതിനകത്തുണ്ട്. അത് നല്ല അടിപൊളിയാണ്, നല്ല ആക്യുറേറ്റുമാണ്. ഇതിൽ നമുക്ക് 4K ഷൂട്ട് ചെയ്യാൻ പറ്റും. പക്ഷെ ഒരു ക്രോപ്പിംഗ് ഉണ്ട് എന്നുള്ളൊരു പ്രശ്നമുണ്ട്. നമുക്ക് പക്ഷേ 1080p 60 FPS നല്ല ബട്ടറി സ്മൂത്ത് ആയിട്ടുള്ള ഷോട്ടുകൾ നമുക്ക് എടുക്കാൻ പറ്റും. നമുക്ക് അത് വെച്ചിട്ട് നല്ല സ്ലോ മോഷൻ വീഡിയോസും ഉണ്ടാക്കാം. ഇനിയിപ്പോൾ നിങ്ങൾക്ക് 720p കുഴപ്പമില്ല എന്നാണെന്നുണ്ടെങ്കിൽ നമുക്ക് 100 FPS അല്ലെങ്കിൽ 120 FPS സ്ലോമോയും ഈ ക്യാമറയ്ക്കകത്ത് നിന്ന് നമുക്ക് കിട്ടും. വൈഫൈ ഉണ്ട്, ബ്ലൂടൂത്ത് ഉണ്ട്. മാത്രമല്ല നമുക്ക് യൂട്യൂബിലേക്ക് ഡയറക്റ്റ് ലൈവ് സ്ട്രീം ചെയ്യണമെന്നുണ്ടെന്നുണ്ടെങ്കിൽ ഈ ക്യാമറ കണക്ട് ചെയ്തിട്ട് ഇങ്ങനെ അങ്ങ് വെച്ചാൽ മതി. വ്ളോഗിങ്ങിന് പറ്റിയൊരു ക്യാമറ എന്ന് പറയാൻ കാരണം ഇതിൻ്റെ ഒരു ഫുള്ളി ആർട്ടിക്കുലേറ്റിംഗ് ഡിസ്പ്ലേ ആണ്. അപ്പം ഈ ഡിസ്പ്ലേ നമുക്ക് തിരിച്ചു പിടിച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് ഇങ്ങനെ പിടിച്ച് നമുക്ക് വ്ളോഗും കാര്യങ്ങളും എടുക്കാം. മാത്രമല്ല ഇതിനകത്ത് വലിയ വെയിറ്റ് ഒന്നുമില്ല. വലിയ വെയിറ്റ് എന്നല്ല, വെയിറ്റേ ഇല്ല. ഇതിന് വലിയ വെയിറ്റ് ഇല്ലാത്തതുകൊണ്ട് തന്നെ നമുക്ക് എന്തോരം നേരം ഈ ക്യാമറ പിടിച്ചുകൊണ്ടിരുന്നു കഴിഞ്ഞാൽ നമുക്ക് അധികം കഴക്കത്തൊന്നുമില്ല. പിന്നെ ഒരു ചെറിയ ട്രൈപോഡിന്റെ സാധനം ഇതിനുള്ളിലേക്ക് തിരിച്ചു വെച്ച് തിരികെ കയറ്റി വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് ഇങ്ങനെ കൈ പിടിക്കുന്നതിന് പകരം ഇങ്ങനെ ഒരു സ്റ്റിക്ക് പിടിച്ചിട്ട് നമുക്ക് അടിപൊളിയായിട്ട് ഈസി ആയിട്ടും ഷൂട്ട് ചെയ്യാൻ പറ്റും. ഈ ഒരു ക്യാമറേനെ ആൾക്കാർ ഏറ്റവും കൂടുതൽ കുറ്റം പറയുന്നത് ഇതിനകത്ത് ബാറ്ററി ബാക്കപ്പ് ഇല്ല, ബാറ്ററി ബാക്കപ്പ് കുറവാണെന്ന് എന്നുള്ളൊരു കാരണമാണ്. എൻ്റെ പൊന്നടാവി നോക്ക്, നോക്ക് മക്കളെ നോക്ക്. ഇത് വളരെ ചെറിയ കോമ്പാക്ട് ലൈറ്റ് വെയിറ്റ് ക്യാമറയാണ്. ഇത്രയും കോമ്പാക്ട് ആയിട്ട് വെച്ചേക്കുന്ന ഒരു ക്യാമറയിൽ എന്നാ കാണിച്ചാലും വളരെ ചെറിയൊരു ബാറ്ററി വെക്കാൻ പറ്റത്തുള്ളൂ. എക്സ്ട്രാ 2 ബാറ്ററി മേടിച്ച് വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പ്രശ്നം അങ്ങ് തീരും. പക്ഷെ ഇതിന് ബാക്കപ്പ് ഇല്ലെന്നല്ല, അത്യാവശ്യം കുഴപ്പമില്ലാത്ത രീതിക്കുള്ള ബാക്കപ്പും ഇതിനകത്ത് ഉണ്ട്. 40,000 രൂപയിൽ താഴെ പറ്റിയ ഒരു ക്യാമറയാണ് വ്ളോഗേഴ്സിനും ഫോട്ടോഗ്രാഫേഴ്സിനും വീഡിയോഗ്രാഫേഴ്സിനും എല്ലാം ആയിട്ട്. ഇപ്പോൾ ഈ ഒരു ക്യാമറ നമ്മുടെ കയ്യിലുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് ഇൻട്രസ്റ്റ് ഉണ്ടെന്നുണ്ടെങ്കിൽ നമ്മളൊന്ന് കോൺടാക്ട് ചെയ്താൽ മതി.